വണ്ടി നിർത്താൻ. ചേട്ടാ ഒന്നിറങ്ങി. എൻ്റെ പൊന്നു ചേട്ടാ, അച്ഛൻ്റെ ഒരു സുഹൃത്താന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ പോയത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഒന്നും മിണ്ടാഞ്ഞു. വേറെ ലോക്കൽ ഫാമിലി. ഞാൻ വിചാരിച്ചു നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാണ്. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണിനെ മാത്രമല്ല, ആ വീട്ടിലെ ഒരെണ്ണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചില്ല ഇവരെല്ലാം കൂടെ വീട്ടിലോട്ട് വരുന്നത് എന്നാന്ന് ചോദിച്ചത്? ഞാൻ നടക്കട്ടെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാ പറഞ്ഞത്. ഇത് നടക്കാനാ? നിങ്ങൾക്കറിയാം, ആ പെങ്കൊച്ചു കൊണ്ടുവന്ന ഗ്ലാസിനകത്തെ മദ്യത്തിന്റെ മണം. അവർ അച്ഛനാണെ അടിച്ച് പൂക്കുറ്റി. ആ ബാറിലാണക്കല്ലേ ഓരോരുത്തർ വന്നു കയറി പോകുന്നത്. എന്റെ പൊന്നേ, നോക്കിക്കാ നീ വണ്ടി ഇറാ. പൂതറ ഫാമിലി. ആ, നീ എവിടെ പോയിട്ട് വരുന്നു? എടി, ഇന്നലെ രേവതിമോളെ കാണാൻ വന്നിട്ട് എന്തായി? ഓ, അവരൊരു വാക്കുപോലും പറയാതെ പോയി. അതെന്താ? വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാലോ നിനക്ക്. ഓ, സുരേന്ദ്രൻ. ആ, അത് തന്നെ കാര്യം. എടി, ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് ദേഷ്യം തോന്നുന്നു? എന്തോന്ന്? രേവതിമോളെ എൻ്റെ മരുമകളായിട്ട് എനിക്ക് തരുമോ? മകളെ പോലെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ മോന് അവൻ്റെ കൈക്ക് വൈകല്യം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അവനത് മനസ്സിനെ ബാധിച്ചിട്ടില്ല. അവന് നല്ലൊരു ചിത്രകാരൻ കൂടിയല്ലേ. അവൻ പൊന്നു പോലെ നോക്കിക്കോളൂ അവളെ. എനിക്കിഷ്ടമുണ്ട്. എനിക്കറിയാലോ അവനെ കുട്ടിക്കാലം മുതൽ. പിന്നെ മോളോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ, അവളുടെ അഭിപ്രായം അറിയണ്ടേ. പൊന്നും പണം ഒന്നും വേണ്ട, നിലവിളക്കോ നിറപറയോ ഒന്നും വേണ്ട. മനസ്സറിഞ്ഞ് എൻ്റെ മോളെ എൻ്റെ മോനെ കൈ പിടിച്ച് കൊടുത്താൽ മാത്രം മതി. ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. ശരിയാടി, കുഞ്ഞുങ്ങളുടെ ഇഷ്ടം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നീ അവളോട് ചോദിക്ക്, ഞാൻ അവനോടും പറയാം. ശരി, ആയിക്കോട്ടെ. ശരിയടി. ആ മോനെ, ഞാൻ ഇന്നലെ രേവതിയുടെ അമ്മയെ കണ്ടിരുന്നു. അവൾ ഒരുപാട് സങ്കടം പറഞ്ഞു. അവളുടെ മോക്ക് വരുന്ന ഓരോ വിവാഹാലോചനയും ഓരോ കാരണത്താലും മുടങ്ങി പോവുക. മോനോട് ചോദിക്കാതെ ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തു. അമ്മ എന്താ പറഞ്ഞു? അവളുടെ മകളെ എനിക്ക് മരുമകളായിട്ട് തരുമോയെന്ന് ചോദിച്ചു. നീ ചെന്ന് അവളെ ഒന്ന് കാണണം. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കും. ചിലപ്പോൾ നിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ നിനക്കൊരു കൂട്ടായാലോ അവള്. ഒന്ന് സംസാരിക്കേ. ഞാനൊന്ന് സംസാരിക്കാം. എങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ. രേവതി, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് രേവതിയോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇന്നലെ എൻ്റെ കൂടെ അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞായിരുന്നു. എന്നോട് എന്താ രേവതി ഒന്നും മിണ്ടാത്ത? എന്നെ ഇഷ്ടമായില്ലേ? കുട്ടിക്കാലത്തെ ഏട്ടനെ ഞാൻ കാണാറുണ്ട്. ആളെന്ത് ഇത്രയും നാളായിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടൻ എന്നോട് പിണങ്ങുകയും ചെയ്യരുത്. എനിക്ക് ഈ ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. മോൾക്ക് ഈ അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും. മക്കളെ സന്തോഷമായിട്ടിരിക്കാൻ അമ്മ എന്നും പ്രാർത്ഥിക്കും. വലത് കാലം വെച്ച് കയറുക മോളെ.